ഹലോ, അപ്പം നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകവും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 നുള്ള് ഗരം മസാലയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് നന്നായി ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒരു 5 വിസിൽ വരുന്ന വരെ നോക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയും ഉള്ളിയും ഉപ്പും ചേർത്ത് നന്നായി വാട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് തക്കാളി ഇട്ടിട്ട് നന്നായി വാടിയതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനിലോട്ട് ഇത് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആർഭാടകരമായ മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. ഹലോ, അപ്പം നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകവും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 നുള്ള് ഗരം മസാലയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് നന്നായി ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒരു 5 വിസിൽ വരുന്ന വരെ നോക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയും ഉള്ളിയും ഉപ്പും ചേർത്ത് നന്നായി വാട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് തക്കാളി ഇട്ടിട്ട് നന്നായി വാടിയതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനിലോട്ട് ഇത് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആർഭാടകരമായ മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി.